നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ എത്തിയപ്പോൾ നല്ലൊരു ചിക്കൻ ദം ബിരിയാണി കഴിക്കാൻ പൂതിയായിട്ടോ. ഞാനപ്പോൾ അഖിലേഷ് ജിയോട് പറഞ്ഞപ്പോൾ അഖിലേഷ് ജിക്കും അതേ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി ആയിട്ട് തുടങ്ങി. ആദ്യം തന്നെ കട്ടിങ്ങും വെട്ടിങ്ങും ഒക്കെ ആയിട്ട് തുടങ്ങിയത്. ഞാനാണ് ഷെഫ്, പക്ഷേ എൻ്റെ ഹെൽപ്പറായിട്ടുള്ളത് അഭിഷേകായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിപാടികളൊക്കെ തുടങ്ങി. ഇതാണ് കേട്ടോ നേപ്പാളിലെ ചിക്കൻ, നല്ല ഫ്രഷ് ചിക്കനാണ് സംഭവം. നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി ആവുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല കേട്ടോ, കാരണം ഇവിടെ കിട്ടിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയത്. അങ്ങനെ ചിക്കനൊക്കെ കഴുകി റൈസായിട്ട് ഉപയോഗിച്ച് നെവാരി റൈസ് ആയിരുന്നു. അത് കാഠ്മണ്ഡുവിൽ മാത്രമേ കിട്ടുന്ന റൈസാണ് കേട്ടോ, ബസുമതി റൈസ് ആണ് സംഭവം. അത് റൈസ് ഞങ്ങൾ റൈസ് കുക്കറിൽ ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. റൈസിൻ്റെ കാര്യം ഫുള്ള് അഭിഷേകം ഏറ്റെടുത്ത്, ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ ഞാനും ഏറ്റെടുത്തിട്ടോ. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ കഴുകി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വേവിക്കാൻ തുടങ്ങി. ചിക്കൻ അങ്ങനെ ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞപ്പോൾ റൈസ് ഇട്ട് ദം ചെയ്തിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ദമ്മണ്ട് പൊട്ടിച്ച് സംഭവം കിടിലം ബിരിയാണി ആയിരുന്നു. നമ്മുടെ നാട്ടിലത്തെ ആ ലെവൽ എത്തിയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു. അഖിലേഷ് ജി പറഞ്ഞൊന്ന് കേട്ട് നോക്കാം. അഖിലേഷ് ജി ദാ ബിരിയാണി കഴിക്കുന്നു. യമ്മി. Yeah, I feel like remember the Kerala biryani, Malappuram biryani. Yeah, it's good. And thank you, Jitin. അഖിലേഷ് ജിന്റെ വയറും മനസ്സും നിറഞ്ഞു, അതുപോലെ തന്നെ എൻ്റെ വയറും മനസ്സും നിറഞ്ഞു. സംഭവം എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.